ഹലോ ഗായ്സ്, 8ന്റെ പണിയാണ് കിട്ടിയത്. എനിക്കല്ല, എൻ്റെ ഉമ്മാക്കാണ്. അതുകൊണ്ട് തന്നെ കിച്ചണിൽ കയറുന്ന ഫുൾ ഡ്യൂട്ടിയും ഞാൻ ഏറ്റെടുത്തു. ഇന്ന് കാലത്ത് തന്നെ നമ്മുടെ ദേശീയ ഭക്ഷണമായിട്ടുള്ള ദോശയാണ് ഞാൻ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ കടലക്കറിയുമാണ്. പക്ഷെ എൻ്റെ അസുമോന് കടലക്കറി ഇഷ്ടമില്ലാത്തത് കാരണം കൊണ്ട് തന്നെ ഉള്ളിക്കറി ഉണ്ടാക്കേണ്ടി വന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ അവനെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് വീഡിയോ എടുക്കുന്നത് കണ്ട വേക്ക് ഭയങ്കര അധികം ദേഷ്യത്തിലായിരുന്നു. അങ്ങനെ കട്ട കളിപ്പിലാണ് അസുമോന്റെ കളിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗായ്സ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലില്ല, കാരണം ഞാൻ പ്രോട്ടീൻ ഷേക്കാണ് കുടിക്കാറ്. ഞങ്ങളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് പ്രൊഡക്റ്റ് ഇറങ്ങിയതിന് ശേഷം വെയിറ്റ് ഒന്ന് കുറക്കാം എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹത്തെ കൊണ്ടാണ് ഷേക്കാണ് കുടിക്കല്. അടിപൊളി മാംഗോ ഫ്ലേവറിന്റെ ഷേക്കാണ് ഞാൻ കുടിച്ചത്. അതിനുശേഷം വീട്ടിൽ തന്നെയാണ് വർക്കൗട്ട് ഞാൻ ചെയ്തത്. അതിനുശേഷം എനിക്ക് തോന്നിയിരുന്ന ഒരു ഉച്ചക്ക് ബസ്മതി റൈസ് ഉണ്ടാക്കിയാലോ എന്നുള്ളത്. ഒരു പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ബസ്മതി റൈസ് വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഒരു ബസ്മതി ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അങ്ങനെ ഞാൻ ചിക്കനും കാര്യങ്ങളും ഒക്കെ അനിയനെ കൊണ്ട് വാങ്ങിപ്പിച്ചു. ഞാൻ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങി ഗായ്സ്. കുഴപ്പമില്ലാത്ത രീതിയിലൂടെ ഞാൻ തട്ടിമുട്ടിയൊക്കെയാണ് ബിരിയാണി ഉണ്ടാക്കിയത്. കുഴപ്പമില്ലാത്ത ഒരു രുചിയും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങി. ഫൈനലി ചിക്കനൊക്കെ പൊരിച്ചു. അതുപോലെ തന്നെ അതിലൊരു പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കൗഗിയാണ് ഞാൻ അതിൽ നെയ്യായിട്ട് യൂസ് ചെയ്തത്. അങ്ങനെ ദമ്മൊക്കെ ഇട്ടിട്ട് ഗൈസ് ഞാൻ എന്ത് ചെയ്തു, ഓരോ സ്റ്റെപ്പുകളും ഡൗട്ടുകളൊക്കെ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാവരും ചോദിക്കും ഉമ്മാക്ക് എന്താ പറ്റിയതെന്ന്. ഉമ്മ ചെറുതായിട്ട് നൈസായിട്ടൊന്ന് വീണതാണ്. ആ വീടിൽ വിരലിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു 2 വീക്ക് റെസ്റ്റാണ് ഉമ്മാക്ക് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറേ കിച്ചണിൽ പാചകം ചെയ്യാൻ ഞാൻ ഇതുകൊണ്ട് പഠിക്കും. അങ്ങനെ ദമ്മായിട്ടുണ്ട്, ദമ്മ് പൊട്ടിച്ചു ഗൈസ്. അടിപൊളി സൂപ്പർ ബിരിയാണി. ഇത്രേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.